ഇതുപോലെ നല്ല ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയൊരു ഷേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സാധാരണ ഷേക്കല്ല, കരിക്കിൻ്റെ ഷേക്കാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഈ ഒരു ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കരിക്കാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് വെട്ടി നോക്കാമേ. അപ്പം നമ്മളിത് വെട്ടുകത്തി കൊണ്ട് വെട്ടുമ്പോഴത്തേക്കും അതിൻ്റെ കരിക്കിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ കളയണ്ട കേട്ടോ. അത് നമ്മളെടുത്ത് മാറ്റി വെച്ചേക്കാം, നമുക്ക് ആവശ്യമുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെട്ടിയിട്ട് അതിൻ്റെ ആ കരിക്കും വെള്ളം ഞാൻ പതുക്കെ വേറൊരു കപ്പിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. ഒരുപാട് കരിക്കും വെള്ളമൊന്നും എനിക്ക് കിട്ടിയില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. പിന്നെ എന്തായാലും കരിക്കല്ലേ, അത് നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചൂടത്ത് കുടിക്കാൻ. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും കൂടിയാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വെള്ളമല്ലേ കരിക്കും വെള്ളം, തേങ്ങ വെള്ളം എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇത് കരിക്കിനി നമുക്കൊന്ന് കത്തി വെച്ചിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ അല്ലാതെ കഴിക്കാൻ തന്നെ. അപ്പം ഞാനാണെങ്കിൽ ഇതുപോലെ ഒരു കത്തി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പതുക്കെ ഇങ്ങനെ ചീന്തി ചീന്തി എടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കൈയൊന്നും മുറിയാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ തേങ്ങ തിരുകുന്ന ചിരവയില്ലേ, അതിൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ചിരകുന്നത് പോലെ ഇച്ചിരി ആഴത്തിലാക്കിയിട്ട് അതിങ്ങനെ ചുരണ്ടി ചുരണ്ടി എടുത്താലും മതി. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നല്ലതായിട്ട് സൂക്ഷിക്കണേ. പിന്നെ നമ്മുടെ ഈ ചാനലിൽ ഇതിന് മുമ്പ് അവൽ മിൽക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷാർജ ഷേക്കിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ബൂസ്റ്റൊക്കെ ചേർത്തിട്ട് ചെറുപഴം, നമ്മുടെ ഞാലിപ്പൂവൻ പഴമൊക്കെ വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ 2 കരിക്കിൻ്റെ ഇതിനകത്തു നിന്നും കരിക്ക് മൊത്തം ചിരണ്ടി എടുത്തിട്ടുണ്ട്, കത്തി കൊണ്ട് ഇങ്ങനെ വാർന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, മിക്സിയുടെ ആ വലിയ ജാറിൽ നമ്മൾ അരിയൊക്കെ ആട്ടത്തില്ലേ, ആ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അത് എത്രത്തോളം വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇട്ടതിനകത്ത് ഒരു ഇച്ചിരി മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, തീരെ മോശമൊന്നും അല്ലായിരുന്നു. പിന്നെ ഇതിലേക്ക് ഒരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. ഇനി നമ്മൾ ഒരു പാക്കറ്റ് പാല്, 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാല് ഞാനാണെങ്കിൽ നല്ലതായിട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിങ്ങനെ ചപ്പാത്തി കോല് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അടിക്കണം. കവർ നമ്മൾ മുഴുവനെ ഒന്ന് കഴുകിയതിന് ശേഷം വേണം ചപ്പാത്തി കോല് കൊണ്ടൊന്ന് അടിക്കാൻ. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് കവറൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ആ ഒരു കട്ടിയായിട്ടിരിക്കുന്ന ഫ്രീസായിട്ടിരിക്കുന്ന പാല് ഫുള്ള് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം, തട്ടി കൊടുക്കണേ. ഇനി നമുക്കിത് വേറെ പരിപാടിയൊന്നുമില്ല, ജാറൊന്ന് അടയ്ക്കുക, നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണേ. അങ്ങനത്തെ നമ്മുടെ കിടിലം കരിക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപാരമാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കരിക്കും ഈ ഫ്രീസായ പാലും എല്ലാം കൂടി ചേരുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനത്തെ ഞാൻ ഈ ഗ്ലാസ് ഫുൾ ഒഴിച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ഒരു ചെറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എപ്പോഴത്തെയും പോലെ തംബ്നെയിലിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം. നമ്മുടെ വീഡിയോയും വൈൻഡ് അപ്പ് ചെയ്യാറായി. അപ്പോൾ ഞാനിതിങ്ങനെ കുടിച്ച് നോക്കി, അടിപൊളിയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.